ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് വെഹിക്കിളിൻ്റെ ഓൺലൈൻ ചലാൻ പേയ്മെൻറ്റ് എങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ്. ഞാനിവിടെ കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴി പേയ്മെൻറ്റ് അടയ്ക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന് പുറമെ 2 സൈറ്റുകൾ കൂടിയുണ്ട്, ഇ ചലാൻ എന്നുള്ള സൈറ്റും അതുപോലെ തന്നെ വിർച്വൽ കോർട്ട് എന്നുള്ള സൈറ്റും. ഇ ചലാനിൽ നിന്നും കോർട്ടിലേക്ക് ഓൺലൈൻ കൺവേർട്ട് ആവുന്ന പേയ്മെൻറ്റുകളാണ് വിർച്വൽ കോർട്ടിൻ്റെ സൈറ്റ് വഴി അടയ്ക്കാൻ സാധിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ ടാബ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ കേരള പോലീസ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയി വന്നിരിക്കുന്ന പേജിൽ keralapolice.gov.in എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ പേജിലേക്കാണ് വരുന്നത്. പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. ഈ സർവീസസ് എന്നുള്ള ഓപ്ഷനിൽ വെഹിക്കിൾ ഫൈൻ എന്ന് കൊടുത്തിട്ടുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നെക്സ്റ്റ് വരുന്ന പേജിൽ അപേക്ഷകൻ്റെ വണ്ടി നമ്പറാണ് കൊടുക്കേണ്ടത്. സൈറ്റിൽ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ഫോർമാറ്റിൽ തന്നെ കൊടുത്തതിന് ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. നിലവിൽ വണ്ടിക്ക് ഫൈൻ ഉണ്ടെങ്കിൽ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ കാണിക്കുന്നതാണ്. ഫൈൻ ഇല്ലാത്തവയാണെങ്കിൽ ഡീറ്റെയിൽസ് ഒന്നും വരുന്നതല്ല. ഫൈനുള്ള വണ്ടിയാണെങ്കിൽ ഫൈൻ ലഭിച്ചിട്ടുള്ള തീയതിയും എമൗണ്ടും ലൊക്കേഷനും അതുപോലെ തന്നെ ഒഫൻസിൻ്റെ ഡീറ്റെയിൽസും സൈറ്റിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ട് സെലക്ട് എന്നുള്ള ഓപ്ഷനിലൊന്ന് ടിക്ക് ചെയ്ത് നൽകിയതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് ടു പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വന്നിരിക്കുന്ന അലേർട്ട് മെസ്സേജിൽ ഓക്കെ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് ഗേറ്റ്വേ പേജാണ്. നെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, വാലറ്റ് ഓപ്ഷൻസ് ഒക്കെ സൈറ്റിൽ അവൈലബിൾ ആണ്. വാലറ്റ് ഓപ്ഷനിൽ എല്ലാ വാലറ്റുകളും അവൈലബിൾ അല്ല. സൈറ്റിൽ കാണിച്ചിട്ടുള്ള വാലറ്റ് മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഞാനിവിടെ ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് പേയ്മെൻറ്റ് അടച്ചു കൊടുക്കുന്നത്. ഡെബിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിലവിലെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് സൈറ്റിൽ കൃത്യമായിട്ട് നൽകേണ്ടതുണ്ട്. ഡെബിറ്റ് കാർഡ് ഓപ്ഷൻ ചൂസ് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ അപേക്ഷകൻ്റെ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV നമ്പർ, കാർഡ് ഹോൾഡറുടെ പേര്, ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. മേക്ക് പേയ്മെൻറ്റ് ഫോർ എന്ന് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് വരുന്ന പേജിൽ പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. സൈറ്റിൽ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. അപേക്ഷകൻ്റെ ഫോണുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മെയിൽ ID അതുപോലെ തന്നെ ഫോൺ നമ്പറിലേക്ക് OTP മെസ്സേജ് വരുന്നതാണ്. ഈ ഒരു OTP കൊടുത്ത് കൺഫേം ചെയ്ത്, അതായത് OTP കൊടുക്കുക, വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്ത് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് റെസീപ്റ്റ് സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.